ഹലോ, നമുക്കൊന്നൊരു എഗ് ബിരിയാണി ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടി ഞാൻ സവോളയും തക്കാളിയും എടുത്തൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു തക്കാളിയും കൂടെ ചെറുതാക്കി നുറുക്കിയെടുത്ത് ഒന്ന് അരച്ചും കൂടി എടുക്കാം. ഞാൻ മിക്സിയുടെ ജാറിലിട്ട് അത് അരച്ചെടുക്കാൻ പോവുകയാണേ. അത് അത്ര വലിയ പീസാക്കി നന്നാക്കിയിരിക്കണം. അത് അരച്ച് കഴിഞ്ഞ് നമ്മുടെ കറിയിലേക്ക് വേണ്ട തക്കാളിയും സവോളയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അത് കഴിഞ്ഞ് നമ്മുടെ ബിരിയാണിയിലേക്ക് ആവശ്യമായിട്ടുള്ള സവോള കുറച്ച് നീളത്തിൽ ഞാൻ അരിഞ്ഞ് കുറച്ച് പഞ്ചസാര തിരുമ്മി വെച്ചിരുന്നു, പെട്ടെന്നൊന്ന് ബ്രൗൺ ആയി കിട്ടാൻ വേണ്ടിയിട്ടേ. ആ കുഞ്ഞിക്കാല എൻ്റെ ക്യാമറകളുടെ ആട്ടോ. ഇനി അത് ഞാനൊരു ബ്രൗൺ കളർ ആവുന്ന വരെ വഴറ്റിയെടുത്ത് അത് മാറ്റി വെച്ചു. ഇനി നമുക്ക് ആ സവോളയും തക്കാളി ഇട്ടിട്ടല്ല, സവോള ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് കറിയിലേക്ക്. ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തക്കാളിയും കൂടിയിട്ട് പേസ്റ്റും കൂടിയിട്ട് നമ്മൾ നന്നായി മൂപ്പിച്ചെടുക്കുക. പച്ചമണം നന്നായി മാറണം കേട്ടോ. അത് കഴിഞ്ഞ് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് നന്നായി ചൂടാക്കിയെടുത്തു. പിന്നെ കുറച്ച് മുളക് പൊടി, ചിക്കൻ മസാല, ഒരിത്തിരി മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നന്നായി ചൂടാക്കിയെടുക്കുക. അത് നന്നായി വഴണ്ടി വന്നു കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് വെള്ളം അതിനകത്തേക്ക്, ചാറിന് എത്ര വെള്ളം വേണോ അതിനനുസരിച്ച് മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. അത് ഒഴിച്ചെടുക്കുക. കുറച്ച് ഉപ്പിടുക, കുറച്ച് ഉപ്പല്ല ആവശ്യത്തിന് ഉപ്പിടുക. അത് നന്നായി ഇനി വേവട്ടെ. ഞാൻ നന്നായി മൂടി വേവിച്ച കേട്ടോ. ആ ഗ്യാപ്പിൽ ഞാൻ മുട്ടയിൽ വരയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെന്തു വന്നു ഏകദേശം. ഞാനിപ്പോൾ മുട്ടയും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതാണ് നമ്മുടെ കറി റെഡിയായി ഏകദേശം. അത് കഴിഞ്ഞ് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ഓയിലും നെയ്യും കൂടിയിട്ടാണ് ഞാൻ ഒഴിച്ചിരിക്കണേ കേട്ടോ. അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ടിട്ട് രണ്ടും കൂടി ഒന്ന് വറുത്തെടുക്കാം. അത് കഴിഞ്ഞ് ചെയ്ത സ്റ്റേജ് എൻ്റെ ക്യാമറകളുടെ ഒരു മണ്ടത്തരം കാരണം കൊണ്ട് മിസ്സായിപ്പോയി. അതെന്താണെന്ന് വെച്ചാൽ ഇത് ഈ എണ്ണയിൽ തന്നെ ഞാൻ കുറച്ച് മുഴുവൻ മസാലകളിട്ട് ഒന്ന് ചൂടാക്കി എടുത്തായിരുന്നു. അതിനകത്തേക്ക് നമ്മുടെ റൈസ് നേരെ ഇട്ടൊന്ന് ചൂടാക്കിയെടുക്കുക ചെയ്തേ. അത് കഴിഞ്ഞിട്ടാണ് അതിലേക്ക് നേരെ വെള്ളം ഒഴിച്ചു കൊടുത്തത്. അതായത് 1.5 കപ്പ് അരിയായിരുന്നു ഉണ്ടായിരുന്നത്. 3 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തു. അത് ഏകദേശം വെന്ത് വന്നപ്പോൾ ഇങ്ങനെ കിട്ടി. അതിൻ്റെ മുകളിൽ നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും സവാള വറുത്തതൊക്കെ ഇട്ട് കൊടുത്തു. അതിൻ്റെ ഇടയിൽ ഉപ്പിട്ട് കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്ര ഉള്ളൂ നമ്മുടെ ബിരിയാണി പരിപാടി. നമ്മൾ കുഞ്ചുവിന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുകയാണ്. കുഞ്ചു എന്താ പറയണേ നമുക്ക് നോക്കി നോക്കാം. കുഞ്ചുവിന് എല്ലാതും ഇഷ്ടപ്പെടുക ചെയ്യാറ്. ഓ അടിപൊളി അടിപൊളി എന്നാട്ടോ പറയണേ. ഇപ്പം എൻ്റെ കൂടെ ഇരുന്ന് റെക്കോർഡിങ്ങിൽ പറയുന്നതാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.